ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മസാല പ്രോൺസ് ഗ്രേവിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നല്ലൊരു മസാല പ്രോൺസ് ഗ്രേവി. നല്ല ഗ്രേവി ഉള്ള ഒരു ചെമ്മീൻ പ്രിപ്പറേഷനാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത്ര സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഈ ഈസി ടേസ്റ്റി മസാല പ്രോൺസ് ഗ്രേവി ഉണ്ടാക്കുന്നതെന്ന്. ഫുൾ റെസിപ്പി എൻ്റെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ ഈ റെസിപ്പി എന്നിട്ട് ഷെയർ ചെയ്തത് ശാന്തിയൊക്കെയാണ്. സോ താങ്ക് യു ശാന്തിയൊക്കെ ഫോർ ദിസ് ഡെലിഷ്യസ് റെസിപ്പി. അപ്പോൾ നോക്കാം ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 3/4 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസ് പ്രോൺസ് ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഇവിടെ കുറച്ചൊക്കെ കൂടി വലുതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്തിട്ടുള്ള വെയിറ്റാണ് 3/4 കിലോ. അപ്പോൾ ചെമ്മീൻ ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് തിരുമ്പിയതിന് ശേഷം ഒന്നും കൂടി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സവാള, 2 ടൊമാറ്റോസ്, 8 വലിയ അല്ലി വെളുത്തുള്ളി, ഏകദേശം വെളുത്തുള്ളിയുടെ അത്രയും തന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 3-4 ചെറിയുള്ളി, ചുവന്നുള്ളി, 2 തണ്ട് ഫ്രഷ് കറിവേപ്പില. അപ്പോൾ തക്കാളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള സ്ലൈസ് ചെയ്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ കൂടി ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഒക്കെ റെഡി ആയില്ലേ? ഇനി കുക്ക് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ. ഈ റെസിപ്പിക്ക് സാധാരണ ഓലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ കുക്കിങ്ങും കേരള കുക്കിങ്ങും ഒക്കെ ഓലിവ് ഓയിൽ എന്ന് ഓർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ചേരാറില്ല. മിക്ക റെസിപ്പിക്കും നമുക്ക് തോന്നും ചേരില്ല എന്ന്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. വെളിച്ചെണ്ണയിൽ വേണ്ട, അതിപ്പോൾ വേറൊരു ടേസ്റ്റായി പോവും. ഇപ്പോൾ ഓലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുള്ളൂ. ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ 1 മിനിറ്റോളം. അപ്പോൾ ആ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ പച്ചമണങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ചെമ്മീനിൽ മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് തിരുമ്പിയതിന് ശേഷം കഴുകിയ ചെമ്മീനാണ് കേട്ടോ, അല്ലാണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതല്ല. പ്രോൺസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ആ പ്രോൺസിൻ്റെ കളറൊന്ന് മാറി വെളുത്ത് വരുന്ന വരെ. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ് ആഡ് ചെയ്ത് ഏറ്റവും ചെറിയ തീയിൽ നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. രണ്ട് മിനിറ്റിന് ശേഷം ഈ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഹിമാലയൻ സോൾട്ട് ക്രിസ്റ്റൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1 ടീസ്പൂൺ വരെയും കാശ്മീരി മുളക് പൊടി. പിന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെയും ആവും. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉള്ളപ്പോഴാണ് നല്ല സ്പൈസി മസാല പ്രോൺസ് ഗ്രേവി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൈസസിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പം നല്ലൊരു മൂത്ത മണം കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ടിത്തൈര്, ഒരുപാട് പുളി കൂടിയ തൈരും വേണ്ട, ഇതിട്ടിട്ട് നന്നായി സ്പീഡിലൊന്ന് ഇളക്കി കൊടുക്കണം.
ആ തൈര് ഇതിലേക്ക് മിക്സായി കിട്ടും. അപ്പം നല്ലൊരു ബാലൻസാണ് കേട്ടോ തൈര് ഇതിൽ ചേർക്കുമ്പോൾ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇത്തിരി നേരം കുക്ക് ചെയ്യാം. അതിനുശേഷം അര കപ്പ് വെള്ളം, ചെറിയ ചൂടുവെള്ളം ചേർത്തു. ഒന്നും കൂടി ഒന്ന് തിള വന്നാൽ മതി. ഈ സ്റ്റേജിൽ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 8 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മസാല പ്രോൺസ് ഗ്രേവി റെഡി ആയിരിക്കും. അങ്ങനെ 8 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രോൺസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കുറുകിയ, നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള നല്ല ഗ്രേവി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ സെർവ് ചെയ്തത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. പക്ഷെ പൂരി, ഇടിയപ്പം, വെള്ളപ്പം, പത്തിരി, ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേരുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോസ് ഷെയർ ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ വക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.